പാലക്കാട് ചിറ്റൂർ മേഖലയിൽ കള്ളിൽ കഫ് സിറപ്പ് ചേർക്കുന്നതിൽ നിർണായക വെളിപ്പെടുത്തൽ. കാലാവധി കഴിഞ്ഞ കഫ് സിറപ്പ് വൻതോതിൽ വാങ്ങിയാണ് തോട്ടങ്ങളിൽ വെച്ച് കള്ളിൽ കലക്കുന്നത് എന്നാണ് വെളിപ്പെടുത്തൽ. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. പാലക്കാട് ചിറ്റൂർ മേഖലയിലെ കള്ളുഷാപ്പുകളിൽ നിന്നും കള്ളിൽ കഫ് സിറപ്പിന്റെ സാന്നിധ്യം ആദ്യം കണ്ടെത്തിയപ്പോൾ അത് ഒറ്റപ്പെട്ട സംഭവമാണെന്നാണ് കരുതിയത്. പിന്നീട് കൂടുതൽ കള്ളുഷാപ്പുകളിൽ നിന്നും ഇത്തരത്തിൽ കഫ് സിറപ്പിന്റെ സാന്നിധ്യം കണ്ടെത്തി. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കഫ് സിറപ്പ് ഉപയോഗിക്കുന്നത്? നമ്മളോടൊപ്പം ഒരു തോട്ടമുടമ ചേരുന്നുണ്ട്. അദ്ദേഹം പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഈ ചിറ്റൂർ മേഖലയിൽ വലിയ പരാതികളാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കള്ളുഷാപ്പുകളിൽ നിന്നും കള്ളിൽ ഈ കഫ് സിറപ്പിന്റെ സാന്നിധ്യം കണ്ടെത്തി. താങ്കൾക്ക് ഇതിനെപ്പറ്റി എന്തെല്ലാം കാര്യങ്ങളാണ് അറിയുന്നത്? അതായത് ഇപ്പോൾ തമിഴ്നാട് ഭാഗങ്ങളിൽ നിന്നും ഈ കഫ് സിറപ്പ് പോലുള്ള സംഭവങ്ങൾ കൊണ്ടുവരാറുണ്ട്. എന്നിട്ട് ഈ കള്ളിയിൽ കലക്കും കുറച്ച് ഇപ്പോൾ പഴയ പോലുള്ള കളൊന്നും ഇല്ല. അപ്പോൾ നല്ല വീര്യം കിട്ടാനായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട് സംഭവം. പക്ഷേ ഇവർ ഏകദേശം ഒരു 10-15 ലിറ്റർ വരുന്ന കുടത്തിൽ ഒരു 10 ലിറ്ററോളം കള്ളും കുറച്ച് വെള്ളവും ഇതും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കുടിക്കുന്ന ആളുകൾക്ക് നല്ല വീര്യമാണ്. അതാണ് ഇപ്പോൾ ഒരു ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഇത്തരത്തിൽ വലിയ തോതിൽ ഇങ്ങനെ മരുന്ന് കിട്ടുമോ? ഈ കഫ് സിറപ്പ് കിട്ടുമോ? അതിപ്പോൾ ബൾക്കായിട്ട് കൊണ്ടുവരാറുണ്ട്. അതിപ്പോൾ എങ്ങനെ കിട്ടുക എന്നുള്ളത് അറിയില്ല. പക്ഷേ നമ്മൾ പലപ്പോഴും ഇത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അവിടെ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് മറ്റേ ബൾക്കായിട്ട് കൊണ്ടുവന്നിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. അത് കാണുന്ന സംഭവം. അത് എന്ത് മരുന്നാണ് ഇതിനകത്ത് മേടിക്കാറുള്ളത്? ഇപ്പോൾ ഈ കൃഷ്ണതുളസി കഫ് സിറപ്പ് പോലുള്ള സംഭവങ്ങളൊക്കെ ഈ സിറപ്പ് പോലുള്ള സംഭവങ്ങളെ കൊണ്ടുവരുന്നത്. അതിപ്പോൾ എത്ര തോതിൽ അങ്ങനെ അല്ല, എത്ര കൊണ്ടുവരുന്നല്ല, ഒരുപാട് ബൾക്കായിട്ട് ഇവിടെ എത്തിക്കാറുണ്ട്. സംഭവം കലക്കി കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇത് ഈ കാലാവധി കഴിഞ്ഞ മരുന്നുകളാണ്, അങ്ങനെയും വിവരങ്ങൾ വരുന്നുണ്ട്. ആണ് കാലാവധി കഴിഞ്ഞ മരുന്നുകളാണ് അത്രയും കിട്ടുള്ളൂ. അപ്പോൾ അതാണ് കുറച്ചുകൂടെ വീര്യം കൂട്ടുന്ന സാധനം. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു ചെത്തു തൊഴിലാളി കൂടി ചേരുന്നുണ്ട്. കഫ് സിറപ്പ് എന്ന് പറയുന്ന സംഭവം വന്നിട്ട് ഈ കശപ്പിനാണ് ഉപയോഗിക്കുക. അതായത് വീര്യത്തിനല്ല, കശപ്പിന് വരാനാണ്. ഒറിജിനൽ കള്ള് പോലെ തോന്നിക്കും. ഇതിവിടെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദ അവിടെ പോയാലേ ഇത് കിട്ടുള്ളൂ. അതുതന്നെയാണ് ഇതിൻ്റെ ഒരു കശപ്പ് തന്നെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. രുചി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതെ, രുചി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതെ. ഇപ്പം എക്സൈസ് ആദ്യ സമയത്ത് പറഞ്ഞിരുന്നത് സ്പിരിറ്റാണ് സാധാരണ ഇവിടെ ചേർക്കാറുള്ളത് എന്നുള്ള രീതിയിൽ ആദ്യം തുടക്കത്തിൽ പറഞ്ഞിരുന്നത്. വലിയ ഗൗരവത്തിൽ അവർ കണ്ടിരുന്നില്ല. അപ്പൊ ഇത് കുറെ കാലങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണോ? ഇവിടെ സ്പിരിറ്റ് വന്നിട്ട് വീര്യത്തിനാണ് അത് ഉപയോഗിക്കുക. ഇത് കശപ്പാണ്, രണ്ടാണ്. അതുകൊണ്ടാണ് ഒറിജിനൽ കള്ള് പോലെ ഉണ്ടാവും ഇത് കഴിച്ചു കഴിഞ്ഞാൽ. ഒരു കുടത്തിലേക്ക് നേരിട്ട് കലക്കുകയാണോ അതോ വേറെ പാത്രത്തിലാക്കിയിട്ട്? ഇവര് ചിലപ്പോൾ കന്നാസിലായിട്ടായിരിക്കും കലക്കിയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് കുടത്തിലേക്ക് ആക്കായിരിക്കും. ഇതിനു മുമ്പ് വരെ സ്പിരിറ്റിന്റെ കാര്യങ്ങളെ ഇവിടെ അറിയുള്ളൂ. ഇപ്പോഴാണ് ഈ ഒരു കഫ് സിറപ്പിന്റെ കാര്യങ്ങൾ അറിയുന്നത്. ഇത് എവിടുന്ന് ഇതുപോലെ വാങ്ങാൻ കിട്ടുന്നത്? എവിടുന്ന്? ആയുർവേദ മെഡിക്കൽ സ്റ്റോറിലോ. ഇവിടെ കേരളത്തിൽ തന്നെയാണോ? അതിർത്തി ആയതുകൊണ്ട് കേരളത്തിൽ തന്നെയാണ്. അതെ. എല്ലാ മെഡിക്കൽ ഷോപ്പിലും ഉണ്ട് ഈ സംഭവം. ബൾക്കായിട്ട് മേടിച്ചിട്ട് ഡെയിലി കുറച്ച് വർഷമായിട്ട് ഉപയോഗിച്ചിട്ട് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നു. കാലാവധി കഴിഞ്ഞതാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് ഇവർ. അപ്പോൾ കാലാവധി കഴിഞ്ഞത് ഉപയോഗിക്കുന്ന പറയുമ്പോൾ ഇവർ ഇവിടെ എവിടെയും അല്ല, ഇത് മറ്റേ ഈ മെഡിക്കൽ ഷോപ്പിൽ ഇത് മേടിച്ച് തന്നെ ആയിരിക്കണം. കാലാവധി കഴിഞ്ഞത് ഉപയോഗിക്കണമെങ്കിലേ, ഇല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല ഇത് ഉണ്ടാവുമല്ലോ. ഈ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടാവും അല്ലേ? ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. ഇല്ലാതെ ഇങ്ങനെ കിട്ടാൻ വഴിയില്ല. അതാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. അതായത് മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് കാലാവധി കഴിഞ്ഞ ഇത്തരത്തിലുള്ള കഫ് സിറപ്പുകളാണ് മേടിക്കുന്നത്. ഇതിന്റെ രുചിക്ക് വേണ്ടിയാണ് ഇത് കലക്കുന്നത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. കശപ്പിന് വേണ്ടിയാണ് ഇത് കലർത്തുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും വലിയ തോതിലുള്ള അന്വേഷണം കൂടിയേ തീരൂ. കാരണം ഇത് ഇത്തരത്തിൽ ചേർക്കുന്നത്, കള്ളിൽ മായം ചേർക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഡോക്ടർമാരുൾപ്പെടെ പറയുന്നുണ്ട്. ക്യാമറാമാൻ അരുൺ പുതുപ്പാടിക്കൊപ്പം പ്രസാദ് ഉടുമ്പശ്ശേരി, ന്യൂസ് മലയാളം. ഈ വിഷയം ആദ്യം പുറത്തു കൊണ്ടുവന്നത് ഞങ്ങളുടെ പ്രതിനിധിയായ പ്രസാദ് ഉടുമ്പശ്ശേരിയാണ്. പ്രസാദ് ഉടുമ്പശ്ശേരി നമുക്കൊപ്പം ചേരുന്നുണ്ട് തത്സമയം. പ്രസാദ്, ലഹരി നുറയേണ്ട കള്ളിൽ എന്തിന് സിറപ്പ് ചേർക്കുന്നു എന്നുള്ളൊരു ചോദ്യം ആദ്യം പ്രസാദ് ഈ വാർത്ത പുറത്തു കൊണ്ടുവരുമ്പോൾ ഉണ്ടായതാണ്. പക്ഷെ പിന്നീട് ഈ ചിറ്റൂർ മേഖലയിൽ നിന്നും വ്യാപകമായി കള്ളിൽ സിറപ്പിന്റെ സാന്നിധ്യം കണ്ടെത്തുന്നു. ഈ വാർത്തകളും തുടരെ വരും ദിവസങ്ങളിൽ പ്രസാദ് ഓരോന്നായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. ഇപ്പോൾ ഈ ചെത്ത് തൊഴിലാളികളുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലായി എന്താണ്, ഈ കലക്ക് കള്ളിൽ ഈ കഫ് സിറപ്പ് ചേർക്കുന്നത് വീര്യം കൂടാൻ, അതുപോലെ അതിന് കശർപ്പുണ്ടാകാൻ, അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ?
സുലക്ഷ്മി, അതാണ് കാരണം ഈ സംഭവം നമ്മൾ ആദ്യം റിപ്പോർട്ട് ചെയ്തപ്പോൾ എക്സൈസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന ഒരു പ്രതികരണം എന്ന് പറയുന്നത് ഇത് അത്ര ഗൗരവത്തിലെടുക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു. കാരണം അവർ പറയുന്നത് അങ്ങനെ ലഹരി ചേർക്കാനാണെങ്കിൽ ഏറ്റവും വില കുറഞ്ഞ് ഇപ്പോൾ സ്പിരിറ്റ് കിട്ടാനുണ്ട്, പിന്നെ എന്തിനാണ് ഈ കപ്പ് സിറപ്പ് ചേർക്കുന്നത്, അത് അത്ര ഗൗരവത്തിലെടുക്കേണ്ടതില്ല എന്നതായിരുന്നു ആദ്യത്തെ പരിശോധനാ ഫലം വന്നപ്പോൾ എക്സൈസ് എടുത്ത ആദ്യത്തെ നിലപാട്. പക്ഷേ രണ്ടാമത് 6 കള്ളുഷാപ്പുകളിൽ കൂടി അവിടുത്തെ കള്ളിൽ കപ്പ് സിറപ്പിന്റെ സാന്നിധ്യം കണ്ടെത്തിയപ്പോഴാണ് അല്പമെങ്കിലും ഗൗരവത്തോടു കൂടി ഈ വിഷയത്തെ സമീപിക്കാൻ എക്സൈസ് തയ്യാറായിട്ടുള്ളതെന്നാണ്. ഇപ്പോൾ ഈ വന്നിട്ടുള്ള ഈ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൽ സാധാരണ കള്ളിൽ ചില ഇടത്തെല്ലാം തന്നെ സ്പിരിറ്റ് ചേർക്കാറുണ്ട്. പക്ഷേ സ്പിരിറ്റ് ചേർത്താൽ അതിനകത്ത് വീര്യമുണ്ടാകും എന്നുള്ളത് ഇവർ തന്നെ പറയുന്നു. പക്ഷേ ഈ സ്വാഭാവിക കള്ളിന്റെ ഒരു സ്വാഭാവികതയുണ്ട്. അതിന് നമ്മൾ കാണുന്നത് പോലെ പത അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ ഒരു ആൾ കാണുമ്പോൾ തോന്നേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ തോന്നാൻ വേണ്ടിയാണ് ഈ കപ്പ് സിറപ്പ് ചേർക്കുന്നത്. അല്പം അതോടൊപ്പം തന്നെ ഇതിനകത്ത് ലഹരി കൂടുമെന്നതും ഇവർ പറയുന്നുണ്ട്, ഈ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്, ഈ ചെത്തുതൊഴിലാളിയും അതോടൊപ്പം തന്നെ തോട്ടമുടമയും. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ മായം ചേർത്ത കള്ളിൽ അത് കള്ള് തന്നെയാണ് എന്നുള്ളതിന്റെ ഒരു സ്വാഭാവികത തോന്നിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ കപ്പ് സിറപ്പ് ചേർക്കുന്നത്. കുറെ കാലങ്ങളായും ഇങ്ങനെ ചെയ്തു വരുന്നുണ്ട് എന്നുള്ളതാണ്. ആയുർവേദ സിറപ്പാണ് ഇതിനു വേണ്ടി കൂടുതലും ഉപയോഗിക്കുന്നത് എന്ന് ചെത്തുതൊഴിലാളി പറയുന്നു. അതോടൊപ്പം തോട്ടമുടമ പറയുന്നത് തമിഴ്നാട്ടിൽ നിന്നും പൊള്ളാച്ചിയിൽ നിന്നും മറ്റുമെല്ലാം ഇത്തരത്തിൽ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ കൊണ്ടുവന്ന് ചേർക്കുന്നുണ്ട്. ഒരു ബാരലിൽ ആദ്യം ചേർത്ത് പിന്നീട് മറ്റു കുടങ്ങളിലേക്കും ഈ കൊണ്ടുപോകുന്ന കനത്തിലേക്കും എല്ലാം തന്നെ മാറ്റുന്നതാണ് ചെയ്യുന്നത് എന്നാണ്. എന്തായാലും അതീവ ഗൗരവത്തോടു കൂടി തന്നെ എക്സൈസ് ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് കർശന നടപടി സ്വീകരിക്കണം. നമ്മൾ മനസ്സിലാക്കുന്നത് എക്സൈസ് മാത്രമല്ല, ഇതിൽ ഈ മരുന്ന് ഷാപ്പുകളിൽ നിന്നും ഇത്തരത്തിൽ വലിയ തോതിൽ ക്വാണ്ടിറ്റിയിൽ ഇത്തരത്തിൽ കപ്പ് സിറപ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് തടയാനുള്ള നടപടി കൂടി ഉണ്ടാകണം. സാധാരണ നമുക്ക് മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് മരുന്ന് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഷീറ്റ് ഇല്ലാതെ അത് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ശരിക്കും നിയമം എന്നുള്ളത്. പക്ഷേ പലപ്പോഴും അങ്ങനെ ഒന്നും അതെല്ലാം തെറ്റിച്ചുകൊണ്ട് തന്നെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കൊടുക്കാറുണ്ട്. പക്ഷെ അത് ഒന്നോ രണ്ടോ ഇപ്പോൾ ചുമയ്ക്കൊരു മരുന്ന് എന്ന് പറഞ്ഞാൽ ഒരു ടോണിക്ക് ചിലപ്പോൾ കൊടുക്കുമായിരിക്കും. പക്ഷേ ഇങ്ങനെ വലിയ തോതിൽ അളവിൽ അങ്ങനെ ആരും തന്നെ ചുമയ്ക്കുള്ള മരുന്നോ ഒരു മരുന്നും കൊടുക്കാറില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് തടയാനുള്ള നടപടി കൂടി. സാമ്പത്തിക ലാഭം എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ഇതിലുണ്ടോ? ഇപ്പോൾ കുറഞ്ഞ ചെലവിൽ മദ്യത്തിന് വീര്യം കൂട്ടാം, അങ്ങനെ ഒരു സാമ്പത്തിക ലാഭം എന്നൊരു ലക്ഷ്യം കൂടി ഇതിന് പിന്നിലുണ്ടോ? സാമ്പത്തിക ലാഭമുണ്ട്. അതോടൊപ്പം തന്നെ ഈ കള്ളിന്റെ അളവ് പൊതുവെ തെങ്ങിൽ നിന്ന് ചെത്തിയെടുക്കുന്ന കള്ളിന്റെ അളവ് മുമ്പുണ്ടായതിനേക്കാൾ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഷാപ്പുകളിലേക്കെല്ലാം തന്നെ കള്ള് ശരിക്കും ചെത്തുമ്പോൾ അത് കുറവ്, ഇത് പരിഹരിക്കുന്ന ഇത്തരത്തിലെല്ലാം തന്നെ സ്പിരിറ്റ് ചേർത്തും മറ്റു മായങ്ങൾ ചേർത്തും എല്ലാം തന്നെയാണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കശപ്പ് എന്ന് പറയുന്നത്, പക്ഷേ പാലക്കാട് ഭാഷ ഉള്ളവർക്ക് കശപ്പ് എന്താണെന്ന് ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. ഇത് പുറത്ത് ഈ കശപ്പ് എന്ന് പറയുന്നതിന്റെ ചൊവ്വ, ഈ കള്ളിന്റെ യഥാർത്ഥ കള്ളിന്റെ ആ ചൊവ്വ കിട്ടുന്ന തരത്തിലേക്ക് ഇത് മാറ്റാൻ കഴിയുമെന്നുള്ളതാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത് നമ്മൾ ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ ഒരു ഡോക്ടറുടെ പ്രതികരണം തേടിയിരുന്നു. അദ്ദേഹം പറയുന്നത് ഒരു കാരണവശാലും അത്തരത്തിൽ കഴിക്കാൻ പാടില്ല, ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ അത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് എക്സൈസ് മാത്രമല്ല ബന്ധപ്പെട്ട വകുപ്പുകൾ കൂടി ഇത്തരത്തിൽ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നും വലിയ തോതിൽ മരുന്ന് കൊടുക്കുന്നത് കൂടി തടയാനുള്ള നടപടി ഉണ്ടാകണമെന്നുള്ളതാണ്. പ്രസാദ്, ഗുരുതരമായ കണ്ടെത്തലുകളാണ് വരുന്നത്. കുടിക്കുന്നയാളിന് കള്ളിന്റെ ലഹരി ചുരുങ്ങിയ ചിലവിൽ കിട്ടുകയും ചെയ്യും. കള്ളിന്റെ വീര്യം കൂട്ടാൻ കപ്പ് സിറപ്പ് ചേർക്കുന്ന സംഭവം പാലക്കാട്, ചിറ്റൂർ മേഖലകളിൽ വ്യാപകമാണ്. ഈ കള്ളിൽ ചേർക്കുന്ന കപ്പ് സിറപ്പിലാണ് നിർണായക വെളിപ്പെടുത്തൽ. കാലാവധി കഴിഞ്ഞ കപ്പ് സിറപ്പാണ് വൻതോതിൽ വാങ്ങി തോട്ടങ്ങളിൽ വെച്ച് ഈ കള്ളുമായിട്ട് മിക്സ് ചെയ്യുന്നത്. ആ വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രസാദ് ഉറുമ്പശ്ശേരി. ഈ വാർത്ത ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ചതും പ്രസാദ് ഉറുമ്പശ്ശേരി തന്നെയാണ്.